നമസ്കാരം. 13 വയസ്സ് മുതൽ ഒരു പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക സൂര്യനെല്ലി കേസിലേക്കാൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിപ്രകാരം 62 പേരും പ്രതികളാകാനുള്ള സാധ്യതയാണ് ഇവിടെ പോലീസ് നൽകുന്നത്. സൂര്യനെല്ലി കേസുണ്ടായപ്പോൾ പോക്സോ നിയമം നിലവിൽ വന്നിരുന്നില്ല. ഈ നിയമം വന്ന ശേഷം സംസ്ഥാനത്ത് പ്രതികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ മുന്നിലുള്ള ആദ്യ കേസാണ് ഇത്. 5 വർഷത്തിനിടെ 64 പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന വിദ്യാർത്ഥിനിയുടെ പരാതി ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിക്ക് മുൻപാകെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 40 പേർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയതായുള്ള സംഭവം അപൂർവമാണ്. പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിംഗിൽ തനിക്കുണ്ടായ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ കൗൺസിലർമാരെ കുട്ടി അറിയിക്കുകയായിരുന്നു. ആദ്യം പീഡിപ്പിച്ചത് ആൺസുഹൃത്താണ്, അതും 13-ാം വയസ്സിൽ. പീഡന ദൃശ്യങ്ങൾ സുഹൃത്ത് തന്റെ ഫോണിൽ പകർത്തുകയും പിന്നീട് ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് ആൺസുഹൃത്തിന്റെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മദ്യപിക്കുന്ന ശീലമുള്ള പിതാവിന്റെ ഫോൺ രാത്രി പെൺകുട്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചവരും പരിചയപ്പെട്ടവരും ക്രൂരത നടത്തിയവരിൽ പെട്ടു. 3 പേർ ഒന്നിച്ച് വിളിച്ചുകൊണ്ടുപോയി വരെ കൂട്ടമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് മൊഴിയിലുണ്ട്. പെൺകുട്ടിക്ക് അറിയാത്ത പല സ്ഥലങ്ങളിലും പീഡനം നടന്നിട്ടുണ്ട്. കാറിൽ വച്ചും സ്കൂളിൽ വച്ചും വീട്ടിലെത്തിയും പീഡിപ്പിച്ചവരുണ്ട്. സ്കൂൾ തല കായിക താരമായ പെൺകുട്ടി ക്യാമ്പിൽ വച്ചും പീഡനത്തിന് ഇരയായി. വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇലവുംതിട്ട പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കായിക താരമായ പെൺകുട്ടിയെ ചൂഷണം ചെയ്തവരിൽ പരിശീലകരും ഉണ്ട്. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവർ മാത്രമല്ല, പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവച്ചവരും കേസിൽ പ്രതികളാണ്. സ്വകാര്യ ബസ്സുകളിൽ വെച്ച് പോലും പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികളിൽ നിന്ന് പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു. വാട്സാപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഉണ്ടായിരുന്നുവെന്നും ഇത് ഉപയോഗിച്ച് കൂടുതൽ പേർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മത്സ്യവില്പനക്കാരൻ, +2 വിദ്യാർത്ഥി, നവവരൻ തുടങ്ങിയവർ ഉൾപ്പെടെയാണ് ഇതുവരെ പിടിയിലായത്. അതേസമയം 5 വർഷത്തിനിടെ 64 പേർ പീഡിപ്പിച്ചുവെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകും. കഴിഞ്ഞ ദിവസം കേസിൽ 15 പേർ കൂടി അറസ്റ്റിലായിരുന്നു. ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 40 കഴിഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ നവവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളും അടക്കമുള്ളവരുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തി. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം 7ആയി. പെൺകുട്ടിയുടെ കാമുകനായിരുന്ന സുബിൻ ഉൾപ്പെടെ 5 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത്. ദളിത് പെൺകുട്ടി 18 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ 3.5 വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ ശ്രദ്ധേയമാക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി കാമുകൻ ആദ്യം പീഡിപ്പിച്ചു. പിന്നീട് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി സുഹൃത്തുക്കൾക്ക് നൽകി. അവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പിന്നീട് അടുത്ത സഹപാഠികൾ, കായിക പരിശീലകർ, കായിക താരങ്ങൾ, സമീപവാസികൾ എന്നിവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. എന്തായാലും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ പേർ ഇനിയും ഇതിൽ അറസ്റ്റിലാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമമാണ് ചുമത്തിയിരിക്കുന്നത്.